സകല ലോകത്തിന്റെ രാജാവും എന്റെ കർത്താവുമായ നമ്മുടെ ദൈവം വാഴ്ത്തപ്പെട്ടത്. ആ ധന്യവും നിസ്തുല്യമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹ വന്ദനത്തെ ഞാൻ അറിയിക്കുന്നു. നമുക്ക് ഒരിക്കൽ കൂടി ഒരുമിച്ച് കർത്താവിന്റെ പാദപിടത്തിലായിരിക്കാൻ സ്വർഗത്തിലെ ദൈവം ഒരുക്കി തന്ന ഈ വിലയേറിയ സാവകാശം ഓർത്ത് കർത്താവിന് സകല മഹത്വവും ഞാൻ അർപ്പിക്കുന്നു. പ്രിയ സന്നിച്ചാന പ്രാർത്ഥന ഓർപ്പിച്ചതുപോലെ ഞങ്ങളുടെ മാതാവിന്റെ വേർപാടിൽ സന്ദേശങ്ങൾ അയച്ചും ഫോൺ ചെയ്തും ഒക്കെ ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ആശ്വാസവാക്കുകൾ പറയുകയും ഒക്കെ ചെയ്ത, അതിലുപരി പ്രാർത്ഥിച്ച എല്ലാ ദൈവമക്കളോടുമുള്ള ഹൃദയമായ നന്ദി സ്നേഹവും ഇത്തരണത്തിൽ ഞാൻ ഓർപ്പിക്കുന്നു. വെള്ളിയാഴ്ച ക്ലാസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, പക്ഷെ അന്നേ ദിവസം ഞാൻ വളരെ ശാരീരികമായി ക്ലേശം അനുഭവിച്ച് ഒട്ടും കട്ടിൽ എഴുന്നേൽക്കാൻ വയ്യാത്ത ഒരു സ്ഥിതിയിൽ കിടപ്പായിപ്പോയി. അതുകൊണ്ടാണ് വെള്ളിയാഴ്ചത്തെ ക്ലാസ് ഒന്ന് നമുക്ക് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് പോകുന്നത്. എങ്കിലും ഇന്ന് ദൈവം ബലത്തോടെ നിർത്തിയതിനായി കർത്താവിന് സകല മഹത്വം ഞാൻ അർപ്പിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മള് തുടർമാനമായി പഠിക്കുവാൻ കഴിഞ്ഞ ദിവസം സ്റ്റാർട്ട് ചെയ്തൊരു പുതിയ വിഷയമാണല്ലോ വിശ്വാസത്തിന്റെ യാത്ര. അത് വളരെ അനിവാര്യമായി വന്നിരിക്കുന്ന ഒരു സബ്ജക്റ്റാണ്. ഞാൻ മുൻപ് പല കാര്യങ്ങൾക്കും ഒരു മുന്നറിയിപ്പ് എന്ന വണ്ണം പല കാര്യങ്ങളും പറഞ്ഞപ്പോൾ എന്നെ യോഗത്തിനെ വിളിച്ച പലയിടങ്ങളിലും ഞാൻ ഈ കാര്യം മുൻകൂട്ടി കണ്ട് പറഞ്ഞപ്പോൾ അവരെല്ലാം എന്നെ ഒട്ടും അത് ഉൾക്കൊള്ളാതെ അവഗണിക്കുകയും പ്രസംഗിക്കാൻ വിളിച്ചാൽ വചനം പ്രസംഗിക്കണമെന്നും മറ്റ് കാര്യങ്ങൾ പറയാനുള്ള വേദിയല്ല എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒത്തിരി നിരുത്സാഹപ്പെടുത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ ഏതെല്ലാം കാര്യങ്ങൾ മുൻകൂട്ടി പറഞ്ഞു അതെല്ലാം ഇന്ന് ദൈവസഭയ്ക്കകത്ത് അപകടം വരുത്തുമാറ് വന്നു കൂടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഞാൻ പ്രവാചകനൊന്നുമല്ല, പക്ഷെ ഞാൻ വചനത്തിന്റെ വെളിച്ചത്തിലാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ആധുനികമായ പല പ്രവണതകളും നമുക്ക് വലിയ അപകടം ഉണ്ടാക്കുമെന്നും, എന്നാൽ നമ്മുടെ പിതാക്കന്മാർ തിയോളജി പഠനമില്ലാതിരുന്ന, ഡോക്ടറേറ്റ് ഇല്ലാതിരുന്ന, അത് പറയാ പേരും പെരുമയും ഇല്ലാതിരുന്ന നമ്മുടെ പിതാക്കന്മാർക്കെല്ലാം ദൈവകൃപയുള്ളവരാണ്. അവർക്ക് ദൈവകൃപയുണ്ടായിരുന്നു, വിവേചനാപരമുണ്ടായിരുന്നു, വചനത്തിന്റെ കാഴ്ചപ്പാടുണ്ടായിരുന്നത് കൊണ്ട് വലിയ യൂണിവേഴ്സിറ്റിയിൽ റിസർച്ച് ചെയ്ത് ഡിഗ്രി എടുക്കുന്നതിനേക്കാൾ പക്വതയോടെ ആത്മീക ശുശ്രൂഷകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ പിതാക്കന്മാർക്ക് പരിശുദ്ധാത്മ കൃപ നൽകി എന്നുള്ളത് നമ്മൾ 100% അംഗീകരിച്ചേ പറ്റും. ഏതെല്ലാം കാര്യങ്ങൾ ദൈവസഭയെ നമ്മൾ അകറ്റി നിർത്തിയോ അതെല്ലാം വീണ്ടും ഇതിനകത്ത് വന്ന് കടന്നുകൂടുമ്പോൾ വചനാനുസരണം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവവചനം മൗനം പാലിക്കാൻ കഴിയത്തില്ല. മനസ്സിലായോ ഞാൻ പറഞ്ഞത്? അവർക്കത് സഹിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി റിയാക്ട് ചെയ്തു പോകും. പോട്ടെ, ഞാൻ പറഞ്ഞത് നമ്മൾ ഈ വിഷയം കൈകാര്യം ചെയ്തതിന്റെ പ്രാധാന്യം നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. ഈ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ കാണുന്ന വളരെ മോശമായ ആത്മീക പ്രവണതകളൊക്കെ എന്തിനു വേണ്ടിയാണ്, ജനത്തെ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത് എന്നൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടം തോന്നാറുണ്ട്, വലിയ വേദന മനസ്സിൽ തോന്നാറുണ്ട്. നിഷ്കളങ്കരായ ഒരു കൂട്ടം ജനം സത്യമേത മിഥ്യതും തിരിച്ചറിയാതെ ഈ പ്രവണതകളുടെയൊക്കെ പിന്നാലെ പോകുമ്പോൾ നമുക്കത് കണ്ടില്ലെന്ന് അടിക്കാൻ ഒക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ക്ലാസ്സിൽ ഞാൻ ഈ വിഷയത്തിലേക്ക് മനഃപൂർവ്വം ഡൈവേർട്ട് ചെയ്യാൻ കാരണമായത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ് അവസാനിപ്പിച്ച വിഷയം, കനാൻ ദേശത്തേക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ട തേരഹ് തന്റെ തലമുറകൾ ഒക്കെ ഹാരാൻ വരെ വന്നു, അവിടെ പാർത്തു. കനാൻ ദേശത്തേക്കിന് പോകാനാണ് ഇറങ്ങിയതെങ്കിലും സമ്പാദിക്കാൻ പറ്റിയ സ്ഥലമാണ് ഹാരാൻ എന്ന് കണ്ടപ്പോൾ കനാൻ മറന്ന് ഹാരാൻ വളരെ താല്പര്യമുള്ള വിഷയമായി മാറി. പോയിന്റ് നമ്പർ 1, നമ്മുടെ ആത്മീക ജീവിതത്തിലും കനാൻ ലക്ഷ്യമാക്കി ഇറങ്ങിയ പല പ്രിയപ്പെട്ടവർക്കും ഇന്നിപ്പോ കനാൻ ഒരു വിഷയമേ അല്ല. ഹാരാനിൽ എല്ലാ സൗകര്യവും ഉണ്ടെങ്കിൽ പിന്നെ കനാനിൽ പോയില്ലേലും കുഴപ്പമില്ല.
ആ ഒരു നിലവാരത്തിലേക്ക് ആത്മീക തലങ്ങൾ വഴിമാറുന്നു എന്നുള്ളത്, അല്ലെങ്കിൽ ദൈവമക്കളുടെയിൽ കനാന്റെ ദർശനം കുറഞ്ഞു പോകുന്ന അനുഭവം വരുമ്പോൾ നിശ്ചയമായും അതിന് വലിയ വില കൊടുക്കേണ്ടി വരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. സ്തോത്രം. നമ്മള് തിരുവഴുത്തിലെ വാക്യങ്ങളൊക്കെ വായിച്ചുകൊണ്ട് തന്നെ ഞാൻ തെളിയിച്ചു തന്നു. ഉൽപ്പത്തി 12-ാം അധ്യായത്തിന്റെ 5-ാമത് വാക്യത്തിൽ അല്ലേ, ഹാരാനിൽ വെച്ച് സമ്പാദിച്ച, വീണ്ടും പറയുന്നു, ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും, അപ്പോൾ സമ്പാദിക്കാൻ പറ്റിയ, എന്തെങ്കിലുമൊക്കെ നേട്ടം ഉണ്ടാക്കാൻ പറ്റിയ, പേരും പെരുമ ഉണ്ടാക്കാൻ പറ്റിയ, പ്രശസ്തിക്കും പ്രസിദ്ധിക്കും വേണ്ടി പറ്റിയ ഇടമായി ഹാരാൻ കണ്ടപ്പോൾ കനാനിലേക്കുള്ള യാത്ര അവിടെ അവസാനിച്ചു. സ്തോത്രം. പക്ഷെ അതിന്റെ നടുവിൽ നിന്നും ദൈവം ഒരാളെ പുറത്തു കൊണ്ടുവരിക. ആരെ? ഉൽപ്പത്തി 12:1 ഹാരനിൽ അവർ പാർത്തു, അവിടെ വെച്ച് തേരഹ് മരിച്ചു. തേരഹ് മരിച്ചതിന് ശേഷം ദൈവം ഇടപെടുന്ന വാക്യമാണ് 12:1. അപ്പോഴവർ എവിടെയാണ് താമസിക്കുന്നത്? ഹാരാനിൽ. മറക്കരുത്, കർദരുടെ പട്ടണമായ ഊരിൽ നിന്നും യാത്ര ചെയ്ത് ഹാരാനിൽ വരെ വന്ന് അവിടെ താമസിക്കുക. എങ്ങോട്ട് പോകാനായിട്ടാ വന്നത്? കനാൻ ദേശത്തേക്കിന് പോകാൻ വന്നു. പക്ഷെ കനാൻ ദേശത്തേക്കിന് വന്നില്ല, ഹാരാനിൽ വരെ വന്നു, അവിടെ പാർത്തു. അവിടെ പാർക്കുന്ന സമയത്താണ് തേരഹ് മരിക്കുന്നത്. തേരഹ് മരിച്ചു കഴിഞ്ഞപ്പോൾ അബ്രഹാമിനെ ദൈവം വിളിക്കുന്നു 12:1. എന്താണ്? വായിക്കാമോ ആരെങ്കിലും ഉൽപ്പത്തി 12:1? നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. ആർക്കും ഇതൊരു പുതിയ വാക്യമൊന്നുമല്ല, പക്ഷെ അടുപ്പിക്കാൻ വേണ്ടിയാ. വായിച്ചോളൂ. യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത് എന്തെന്നാൽ, നീ നിന്റെ ദേശത്തെയും ചാർച്ചക്കാരെയും പിതൃഭവനത്തെയും വിട്ട് പുറപ്പെട്ട് ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പോകാം. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും, നിന്നെ അനുഗ്രഹിച്ച് നിന്റെ പേർ വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. മതി 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 മതി. നിങ്ങൾ നോക്കണേ, ഞാൻ നിന്നെ അനുഗ്രഹിക്കും, ഞാൻ നിന്റെ പേര് വലുതാക്കും, നീ ഒരു അനുഗ്രഹമായിരിക്കും. അതെന്താ ഞാൻ നിന്റെ പേര് വലുതാക്കും എന്ന് പറയാൻ കാരണം? അബ്രഹാം ആയത് ഞാൻ പറയാം. പക്ഷെ അതിന്റെ വേറൊരു ഭാഗം കൊണ്ട് നമ്മൾ ചിന്തിക്കണം. അതെന്താ പേര് വലുതാക്കും എന്ന് പറയാൻ കാരണം? അബ്രഹാമിന്റെ പേര് ദൈവം വലുതാക്കും എന്ന് പറയാൻ കാരണം എന്താ? 11-ാം അധ്യായം എടുത്തേ. ഉൽപ്പത്തി 11-ാം അധ്യായം എടുത്തോ, ഞാനിവിടെ എടുത്തോട്ടെ. അതിന്റെ 4-ാമത്തെ വാക്യം വായിച്ചേ. നാം ഭൂതലത്തിലൊക്കെയും ചിതറിപ്പോകാതിരിപ്പാൻ ഒരു പട്ടണവും ആകാശത്തോളം എത്തുന്ന ഒരു ഗോപുരവും പണിയുക, നമുക്കൊരു പേരും ഉണ്ടാക്കുക എന്ന് അവർ പറഞ്ഞു. നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്നവർ പറഞ്ഞു. ശ്രദ്ധിച്ചേ. നമുക്ക് ഒരു പേരും ഉണ്ടാക്കുക എന്നവർ പറഞ്ഞു. ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള, നിങ്ങൾ എന്നെ ശ്രദ്ധിക്കണേ, അല്പം സീരിയസ് വിഷയം കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് ബോറടിക്കരുത്. ദൈവത്തിന്റെ പദ്ധതി നിങ്ങൾ ഭൂതലം മുഴുവൻ നിറയണം, വർദ്ധിച്ചു പെരുകി ഭൂതലം മുഴുവൻ നിറയണം എന്നുള്ളതായിരുന്നു. 11-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആ പദ്ധതിക്ക് വിരുദ്ധമായി വലിയൊരു ഗോപുരം നാം ചിതറിപ്പോകാതിരിക്കേണ്ടതിന് ഒരു വലിയൊരു ഗോപുരം പണിയണം. എന്നിട്ടൊരു കാര്യം പറഞ്ഞു, നമുക്കൊരു പേരും ഉണ്ടാക്കുക. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചേ. സ്തോത്രം. ബാബൽ ഗോപുരം പണിയുന്ന കാര്യമല്ലേ നിമ്മറൊന്നും കൂട്ടരും. നമുക്കൊരു പേരുമുണ്ടാക്കുക എന്ന് പറഞ്ഞു. സ്തോത്രം. ശ്രദ്ധിക്കണേ, ദൈവത്തിന്റെ പദ്ധതിക്ക് വിരുദ്ധമായി ചിതറിപ്പോകാതെ ഒരുമിച്ചിരിക്കാൻ വലിയൊരു ഗോപുരം പണിയണമെന്ന് മാത്രമല്ല, ഒരു പേരും ഉണ്ടാക്കണം.
പേരുണ്ടാക്കാൻ ശ്രമിച്ചവന്റെ അഡ്രസ് പുസ്തകത്തിൽ കാണാതിരിക്കുമ്പോൾ ആരും അറിയാത്തവനെ പൊക്കിയിട്ട് തമ്പുരാൻ പറയുക, ഞാൻ നിന്റെ പേര് വലുതാക്കും. സ്തോത്രം. ആരും കൃപയാ സ്തോത്രം പറഞ്ഞില്ല. ദയവായി ആരും ഫ്ലെക്സിനകത്ത് ഫോട്ടോ വരാനായിട്ട്, പേര് വരാനായിട്ടൊന്നും ഗിമ്മിക്സ് ഒന്നും കാണിക്കണ്ട. മനസ്സിലാകുന്നുണ്ട്? ഞാൻ ഈ ദിവസങ്ങളിൽ ഓരോരോ മീറ്റിങ്ങിന്റെയും എന്താ ഈ ഫ്ലെക്സും ഇത് പരസ്യങ്ങളൊക്കെ വരുന്നത് ശ്രദ്ധിക്കുമ്പോൾ എനിക്ക് ചിലപ്പോൾ ചിരിയും ചിലപ്പോൾ സങ്കടം ഒക്കെ തോന്നാറുണ്ട്. ഇപ്പൊ ഈ പ്രധാന പ്രസംഗകരെക്കാൾ ഇന്ന ദൈവദാസ ശുശ്രൂഷകൾക്ക് നേതൃത്വം, അദ്ദേഹത്തിന്റെ ഫോട്ടോ ആണ് ഏറ്റവും വലുത്. ശുശ്രൂഷക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുടെ ഫോട്ടോ വലുത്, പ്രസംഗരായത് താഴെ. സ്തോത്രം. ആരെയാ ബൂസ്റ്റപ്പ് ചെയ്യുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഓക്കെ, ഞാൻ ആ വിഷയം വിടുന്നു. ഇവിടെ നോക്കിക്കേ, പേരുണ്ടാക്കാൻ ശ്രമിച്ചവനെ പിന്നെ പുസ്തകത്തിൽ കാണാതിരിക്കുമ്പോൾ ആരും അറിയാതിരിക്കുന്ന ഒരിടത്തുനിന്ന് ഒരുവനെ വിളിച്ചിറക്കിയിട്ട് തമ്പുരാൻ അവന്റെ മുഖത്ത് നോക്കി പറയുന്നു, ഞാൻ നിന്റെ പേര് വലുതാക്കും. പേരുണ്ടാക്കാൻ ശ്രമിച്ചവനൊക്കെ പൊളിഞ്ഞ് താഴെ പോകുമ്പോൾ ദൈവത്തിന് താണിരിക്കുന്നവന്റെ പേര് വലുതാക്കുന്ന ഒരു ദൈവം നമുക്കുള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാമിനോട് ദൈവം പറയും, ഞാൻ നിന്റെ പേര് വലുതാക്കും. മറക്കരുത്, നമ്മുടെ യാത്ര കനാനിലേക്കാണ്. ഹാരാനിൽ പെട്ടുപോകരുത്. ഹാരാനിൽ എല്ലാം ഉണ്ട്, സമ്മതിച്ചു, എല്ലാം ഉണ്ട്. ഏതാണ്ട് കനാൻ പോലെ ഒരു അന്തരീക്ഷം ഹാരാനിൽ ഉള്ളത് കൊണ്ടാണല്ലോ ഇനി കനാലിലേക്ക് പോയില്ലെന്നും കുഴപ്പമില്ല, ഹാരന് പാർത്താ മതി എന്ന് തീരുമാനിക്കുന്നത്. ഇല്ലായ്മയുടെ നടുവിൽ ദൈവം എല്ലാം തന്നപ്പോൾ ഇനിയിപ്പോ അതൊന്നും ഇല്ലേലും കുഴപ്പമില്ല എന്നുള്ള നിലവാരത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. വീടില്ലാതിരുന്നപ്പോൾ, ചെറ്റക്കുടിലായിരുന്നപ്പോൾ 3 നേരം പ്രാർത്ഥനയും മുടങ്ങാതെ മീറ്റിങ്ങും കൂട്ടായ്മയും കോട്ടേജ് മീറ്റിങ്ങും മാസയോഗവും പരസ്യവും ഒക്കെ പോയിക്കൊണ്ടിരുന്നവർക്ക് ദൈവം തമ്പുരാൻ മനസ്സലിഞ്ഞ സ്ഥിതിക്ക് വ്യത്യാസം വരുത്തി നല്ല വീടും കൂടും വണ്ടിയും വാഹനങ്ങളും ചുറ്റുപാടുമായി കഴിഞ്ഞപ്പോൾ ഇന്നിപ്പോ കൂട്ടങ്ങൾ വേണ്ട, യോഗങ്ങൾ വേണ്ട, പരസ്യങ്ങൾ വേണ്ട. വലിയ അപകടമാണ് കേട്ടോ. സ്തോത്രം. ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ, ശാരീരിക ശേഷി ഉണ്ടെങ്കിൽ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കൂടെ നാം പ്രയോജനപ്പെടണം എന്ന് മാത്രം പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടുന്നു. ഞാനൊരു കാര്യം പറയാം, ഹാരാനിലെ ജീവിതം ഒരു സ്മൂത്ത് റണ്ണിങ് ആയതുകൊണ്ട് സുഖമാണെന്ന് വിശ്വസിക്കരുത്. നിങ്ങള് ഈ പോയിന്റ് ഓഫ് നോ റിട്ടേൺ കേട്ടിട്ടുണ്ടോ? പോയിന്റ് ഓഫ് നോ റിട്ടേൺ കേൾക്കാൻ ചിലർ കേട്ടിട്ടുണ്ടായിരിക്കാം, അറിയാത്തവരോട് ഞാൻ പറയാം. അത് ഈ നീന്തൽക്കാരുമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെർമിനോളജിയാണ് പോയിന്റ് ഓഫ് നോ റിട്ടേൺ എന്ന് പറഞ്ഞാൽ 2 കിലോമീറ്റർ നീന്താൻ കഴിയുന്ന ഒരുത്തൻ ഒരു തടസ്സമില്ലാതെ 2 കിലോമീറ്റർ നീന്താനുള്ള ശേഷി ഒരുത്തനുണ്ടെങ്കിൽ അവൻ 1 കിലോമീറ്റർ നീന്താൻ പാടുള്ളൂ. വായ്, എന്തുകൊണ്ട്? 1 കിലോമീറ്റർ അവൻ തിരിച്ച് നീന്തണ്ടേ? മനസ്സിലായില്ല. 2 കിലോമീറ്റർ നീന്താൻ ശേഷിയുള്ളവൻ 1 കിലോമീറ്റർ നീന്താൻ പാടുള്ളൂ. 1 കിലോമീറ്റർ അവൻ തിരിച്ച് നീന്തണം, അപ്പോൾ 2 കിലോമീറ്റർ ആകും. 1 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെ മുമ്പോട്ട് പോകുമ്പോൾ നമ്മൾ പറഞ്ഞ നിന്നിന് ഒരു കുഴപ്പമില്ലല്ലോ. ദാറ്റ് ഈസ് കോൾഡ് പോയിന്റ് ഓഫ് നോ റിട്ടേൺസ്. ആ 1 കിലോമീറ്റർ കഴിഞ്ഞ് വീണ്ടും മുന്നോട്ട് പോകും തോറും എത്രത്തോളം പോകുന്നു അത്രത്തോളം ഇക്കരെ എത്താനുള്ള സാധ്യത കുറയുന്നു. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? നമ്മുടെ ചിന്ത 1 കിലോമീറ്റർ കഴിഞ്ഞ് പിന്നെയും നീന്തുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല, പോകുന്നുണ്ടല്ലോ, നീന്തുന്നില്ല, കുഴപ്പം. ദൈവമക്കളെ നാം തിരിച്ചറിയണം, 1 കിലോമീറ്റർ നീന്താൻ 2 കിലോമീറ്റർ നീന്താൻ ശേഷിയുള്ള നാം 1 കിലോമീറ്റർ കഴിഞ്ഞിട്ട് തിരിച്ച് നീന്താതെ വീണ്ടും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ 2 കിലോമീറ്റർ നീന്താനുള്ള ശേഷിയുണ്ടെന്നുള്ള ധാർഷ്ട്യം നാം വെച്ചോണ്ടാണ് പോകുന്നെങ്കിൽ തിരിച്ചു വരവ് നടക്കുകയില്ല. മനസ്സിലാകുന്നുണ്ടോ?
ഒരു തിരിച്ചു വരവ് നടക്കുകയില്ല. 2 കിലോമീറ്റർ നീന്തി തിരികെ നീന്താനുള്ള ശേഷി നിനക്ക് നഷ്ടപ്പെട്ടു പോകും. പല കാര്യത്തിലും ദൈവമൊക്കെ ശ്രദ്ധിക്കണം. ദൈവം വെച്ച വ്യവസ്ഥ കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പോയിന്റ് ഓഫ് നോ റിട്ടേൺസ്, തിരിച്ചു വരാൻ കഴിയാതെ വണ്ണം വലിയ ചുഴിയിലേക്കാണ് പോകുന്നുള്ള കാര്യം മറന്നു പോകരുത്. ഒരു കാരണവശാലും ഇറ്റ് ഈസ് വെരി ഡിഫിക്കൽട്ട് ടു കം ബാക്ക്. തിരിച്ചു വരാൻ കഴിയാതെ വണ്ണമുള്ള വലിയ അപകടത്തിൽ ചെന്നുപെടും. ഞാനത് പിന്നാലെ വിശദീകരിച്ചോളാം. ഇടയ്ക്ക് കയറി വന്നപ്പോൾ ഞാൻ ആ ഭാഗം ഓർപ്പിച്ചത് മാത്രമേ ഉള്ളൂ. കണ്ടോ, ഹാരാൻ വിട്ട് പുറപ്പെട്ടു പോരാൻ അബ്രഹാമിനെ ദൈവം വിളിക്കുക. അബ്രഹാമിന്റെ ദൈവം പറഞ്ഞു, നീ സകലവും വിട്ടു പുറപ്പെട്ട് എന്റെ പുറകെ പോരണം, ഞാൻ നിന്റെ പേര് വലുതാക്കാം. പേര് വലുതാക്കുന്ന കാര്യം പിന്നെ പറയാം. എങ്ങനെയാണ് പേര് വലുതായെന്ന് ഞാൻ പറയാം. വിട്ടുപോകത്തില്ല, നിശ്ചയമായിട്ടും പറഞ്ഞിരിക്കും. പക്ഷെ എന്റെ എംഫസിസ് അതല്ല. കനാനിലേക്ക് പോകാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഹാരാനിൽ ഹാൾട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന അപകടം അറിയണം. സ്തോത്രം. ഞാൻ ഉൽപ്പത്തി പുസ്തകം അവിടെ നിർത്തിയിട്ട് ഈ വിഷയം കുറെ കൂടെ നിങ്ങൾക്കൊന്ന് ഈസി ആയിട്ട് മനസ്സിലാക്കി തരാൻ സംഖ്യാപുസ്തകത്തിലേക്ക് വരിക. അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ് ഇവരുടെ ജീവിതം നമ്മൾ പഠിക്കുന്നു, യാതൊരു സംശയമില്ല. ആ വിഷയത്തിന്റെ ഗൗരവത്തിലേക്ക് ദൈവമക്കളൊന്ന് കൊണ്ടുവരാൻ സംഖ്യാപുസ്തകം 32-ാം അധ്യായം 1-2 വാക്യങ്ങൾ വായിച്ച്, നമുക്ക് ആ അധ്യായം മുഴുവൻ വേണേ. ഇപ്പോൾ 1-2 വാക്യങ്ങൾ വായിച്ചു. എന്നാൽ രൂബേന്യർക്കും ഗാദ്യർക്കും ഇത്രയും വളരെ ആടുമാടുകൾ ഉണ്ടായിരുന്നു. അവർ യസേർ ദേശവും ഗിലെയാദ് ദേശവും ആടുമാടുകൾക്ക് കൊള്ളാകുന്ന സ്ഥലം എന്ന് കണ്ടിട്ട് വന്ന് മോശയോടും പുരോഹിതനായ എലയാസറിനോടും സഭയിലെ പ്രഭുക്കന്മാരോടും സംസാരിച്ചു. അദാരോത്ത്, ദീബോൻ, യാസേർ, നിമ്ര, ഹെസ്ബോൻ, എലയാലെ, സെബാം, നെബോ, ബെയോൻ എന്നിങ്ങനെ യഹോവ ഇസ്രായേൽ സഭയുടെ മുമ്പിൽ ജയിച്ചടക്കിയ ദേശം, ആടുമാടുകൾക്ക് കൊള്ളാകുന്ന പ്രദേശം. അടിയങ്ങൾക്കും ആടുമാടുകളുണ്ട്. അതുകൊണ്ട് നിനക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം അടിയങ്ങൾക്ക് അവകാശമായി തരേണം. ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് അടുത്തതാണ് പ്രധാനപ്പെട്ടത്. ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ എന്ന് പറഞ്ഞു. മതി, താങ്ക് യു. ഈ സന്ദർഭം നിങ്ങൾ മനസ്സിലാക്കണേ. ഇസ്രായേൽ ജനത്തെ മിസ്രയീമിൽ നിന്ന് ദൈവം തമ്പുരാൻ അത്ഭുതമായി വിടുവിച്ചുകൊണ്ട് വരികയാണ്. ചെങ്കടൽ കിടന്ന് അക്കരെ കയറി വളരെ അത്ഭുതകരമായ ദൈവിക സംരക്ഷണങ്ങൾ നൽകി വാഗ്ദത്ത കനാൻ ദേശത്തേക്ക് മോശയുടെ നേതൃത്വം ജനത്തെ കൊണ്ടുവരികയാണ്. യോർദാൻ കടന്ന് അക്കരെ കയറിയാൽ കനാൻ ദേശമാണ്, ശരിയല്ലേ? യോർദാന്റെ തീരത്ത് വന്നപ്പോൾ രൂബേന്യരും ഗാദ്യരും പറയുകയാണ്, യജമാനനെ, അങ്ങേക്ക് ഞങ്ങളോട് ദയയും കൃപയും ഉണ്ടെങ്കിൽ യോർദാൻ അക്കരെ ഞങ്ങളെ കൊണ്ടുപോകരുതേ. നിങ്ങൾ ആ പദങ്ങളൊക്കെ ശ്രദ്ധിച്ചു വായിക്കണേ. യോർദാൻ അക്കരെ ഞങ്ങളെ കൊണ്ടുപോകരുതേ, കാരണം ഞങ്ങൾക്ക് ധാരാളം ആടുമാടുകളുണ്ട്. യോർദാൻ ഇക്കരെയുള്ള ഈ ദേശമാണെങ്കിൽ ഇഷ്ടംപോലെ പുല്ലുള്ള സ്ഥലവും, അതുകൊണ്ട് ആടിനെ മേയ്ക്കാൻ പറ്റിയ സ്ഥലം യോർദാൻ ഇക്കരെ ആയതുകൊണ്ട് ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുത് എന്ന് അപേക്ഷിച്ചു. ദൈവം ജനത്തോട് പറഞ്ഞ വാഗ്ദത്തം എന്താണ്? ഞാൻ നിങ്ങളുടെ പിതാക്കന്മാരോട് വാഗ്ദത്തം ചെയ്ത കനാൻ ദേശം നിങ്ങൾക്ക് അവകാശമായി തന്നിരിക്കുന്നു. ഞാൻ നിങ്ങളെ ആ ദേശത്തേക്ക്, പാലും തേനും ദേശത്തേക്ക് മടക്കി വരുത്തി അത് നിങ്ങൾക്ക് അവകാശമായി തരും. ദൈവം നേരിട്ട് പറഞ്ഞ ദേശമാണ് ഏത്? യോർദാൻ അക്കരെയുള്ള കനാൻ ദേശം. അത്ഭുതകരമാവണ്ണം ജനത്തെ മിസ്രയീമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് പോരുകയാ, വേണ്ടുന്നതെല്ലാം കൊടുത്ത്. യോർദാന്റെ തീരത്ത് വന്നപ്പോൾ രൂബേന്യരും ഗാദ്യരും മനശ്ശെയുടെ പാതി ഗോത്രവും
മോശയുടെ അടുക്കൽ വന്ന് പറയാണ്, യജമാനനെ, അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ദയവായി ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ, ഞങ്ങൾ ഇക്കരെ പാർത്തുകൊള്ളാം. സ്തോത്രം. എങ്ങോട്ട് കൊണ്ടുപോകാനായിട്ടാ ഇവരെ കൊണ്ടുവന്നത്? യോർദാൻ അക്കരെ കൊണ്ടുപോകാൻ. യോർദാന്റെ തീരത്ത് വന്നപ്പോൾ നടത്തിപ്പുകാരനായ മോശയോട് ഇപ്പൊ പറയുന്നത് എന്താ? അങ്ങേക്ക് അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഞങ്ങളെ യോർദാൻ അക്കരെ കൊണ്ടുപോകരുതേ, ഞങ്ങൾ യോർദാൻ ഇക്കരെ നിന്നോളാം. കാരണം എന്താ? ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആടുമാടുകളുണ്ട്. സോറി, എന്താണ് പ്രശ്നം? ഇഷ്ടം പോലെ ആടുമാടുകളുണ്ട്. ഇവിടാണ് ഇഷ്ടം പോലെ പുല്ലും. സ്തോത്രം. ഇപ്പൊ എങ്ങോട്ട് തിരിഞ്ഞാൽ ഇഷ്ടം പോലെ പുല്ല് കിട്ടുന്ന സ്ഥലമാ. ഏത് കവലയിൽ ഇറങ്ങിയാൽ ഇഷ്ടം പോലെ പുല്ല്. വരുവീൻ, ആവശ്യത്തിന് പുല്ല് വാങ്ങുവീൻ. സ്തോത്രം. നിങ്ങൾ കടഭാരത്തിലാണോ? നിങ്ങൾ ഞെരുക്കത്തിലാണോ? നിങ്ങൾക്കുള്ള പുല്ല് ഞങ്ങളുടെ കയ്യിലുണ്ട്. വരുവീൻ. 24 hours നോൺ സ്റ്റോപ്പ് പുല്ല് വിതരണം. സ്തോത്രം. ശരി, ഇപ്പോഴാ പിടി കിട്ടിയതല്ലേ? സ്തോത്രം. റിസീവ് ഇറ്റ്. പുല്ലൊക്കെ റൈറ്റ് നൗ, ഇപ്പോൾ തന്നെ നിനക്ക് ആവശ്യമുള്ള പുല്ല് നീ ഏറ്റെടുത്തു. റിസീവ് ഇറ്റ്. പ്രാപിച്ചോളാ പറഞ്ഞ പുല്ല്. സ്തോത്രം. എങ്ങോട്ട് പോകാൻ വന്നതാ? യോർദാൻ അക്കരെയുള്ള ദേശമാണ് അവകാശമാക്കേണ്ടത്. അങ്ങോട്ട് വേണ്ട, ഇക്കരെ ഞങ്ങൾ. ആ വാക്യമൊക്കെ ഞാൻ നോക്കി, എന്തോ വർത്താനം ഈ പറഞ്ഞ്, അടിയങ്ങളോട് കൃപയുണ്ടെങ്കിൽ ഞങ്ങളെ അക്കരെ കൊണ്ടുപോകരുതെന്ന്. കണ്ടോ? ദൈവതമ്പുരാൻ ചെയ്ത മഹാദോഷം നോക്കണേ. സ്തോത്രം. പോട്ടെ, ഞാൻ ആലോചിക്കുകയായിരുന്നേ, ഈ രൂപേന്യരും ഗാദ്യരും മനശ്ശയുടെ പാതി ഗോത്രമാണല്ലോ അപേക്ഷിച്ചത്. ഇവർക്ക് അത് പിന്നീട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഞാൻ പറയാം, പിന്നീട് പറയാം. ഈ ഗാദ് ഗോത്രക്കാർ പാർത്ത സ്ഥലമാണ് പിന്നീട് ഗദരദേശം എന്നറിയപ്പെട്ടത്. മനസ്സിലായോ? ഗാദ് ഗോത്രക്കാർ പാർത്ത സ്ഥലമാണ് പിന്നീട് ഗദരദേശം എന്നറിയപ്പെട്ടത്. ഓക്കെ. ഇക്കരെ ഇഷ്ടം പോലെ പുല്ലുള്ളത് കൊണ്ടും ആടിനെ മേയ്ക്കാൻ സ്ഥലം ഉള്ളത് കൊണ്ടുമാണ് ഇത് ഞങ്ങൾക്ക് തരാൻ പറഞ്ഞത്. ഇപ്പം വായിക്കരുത്, മർക്കോസ് 5-ാം അധ്യായം നിങ്ങൾ വായിച്ചു നോക്കണം. നമുക്ക് പടകിൽ കയറി അക്കരയ്ക്ക് പോകാതെ പറഞ്ഞു. ഇവരിക്കരെ കർത്താവ് പറഞ്ഞു നമുക്ക് അക്കരയ്ക്ക് അങ്ങോട്ട് ചെല്ലാം. അവിടെ ചെന്നപ്പോൾ കർത്താവിനെ എതിരാക്കാൻ വന്ന കക്ഷി ആരാണ്? ഒന്നാമത് കല്ലറയിൽ പാർക്കുന്ന ഒരുത്തൻ. നൂൽ ബന്ധമില്ലാതെ അവൻ വരിക. സ്തോത്രം. ശരിയല്ലേ? അതെ. അക്കരയ്ക്ക് പോകാന്ന് പറഞ്ഞപ്പോ, യോർദാൻ അക്കരെ കൊണ്ടുവന്ന് പറഞ്ഞപ്പോ വേണ്ട, ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ആടുള്ളത് കൊണ്ട് തീറ്റാൻ പറ്റിയ സ്ഥലമാന്ന് പറഞ്ഞു. ഓ ആയിക്കോട്ടെ. കർത്താവ് ഇപ്പം പടയിൽ കയറി അക്കരെ ചെന്നപ്പോൾ കല്ലറെന്ന് വെച്ചാൽ വരുന്നത് മാത്രമല്ല, അവിടെ മെയ്യുന്നതൊന്നും ആടല്ല. ഇപ്പൊ അവിടെ മെയ്യുന്ന മുഴുവൻ പന്നിയാ. സംശയം ഉണ്ടെങ്കിൽ മർക്കോസ് 5-ാം അധ്യായം വായിച്ചു നോക്കണം. അവിടെ ധാരാളം പന്നികൾ മേഞ്ഞിരുന്നു. അതിന് മേളിൽ കയറിക്കോളാൻ പറഞ്ഞു ഈ ഭൂതത്തോടല്ല. എല്ലാം കൂടെ ചെന്ന് ഈ പന്നിയുടെ മേത്ത് കയറി. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞ വല്ല മനസ്സിലാവുന്നുണ്ടോ? ഒരു കാലത്ത് ഇഷ്ടം പോലെ ആടി മേഞ്ഞ സ്ഥലത്ത് ഇപ്പൊ മേയുന്നത് എന്താ? പറ. പന്നി. ഇതൊന്നും ഞാൻ പറഞ്ഞല്ലേ, എന്നെ രൂക്ഷമായിട്ട് നോക്കിയിട്ട് കാര്യമില്ല. ഞാനായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് വന്നതൊന്നുമല്ല. ഞാൻ പുസ്തകത്തുള്ള കാര്യം ചൂണ്ടിക്കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ മുഖഭാവം മാറിയിട്ട് ഒരു രക്ഷയില്ല. സ്തോത്രം. ഒരു കാലത്ത് ഇഷ്ടം പോലെ ആട് മേഞ്ഞ സ്ഥലത്ത് ഇപ്പൊ മെയിൻ എന്താണെന്ന് പുസ്തകം പറയുന്നു. കണ്ടോ? പോയ പോക്ക് നോക്കണേ. ഒരു കാലത്ത് അവിടെ എന്താ ഉണ്ടായിരുന്ന പറഞ്ഞ ഇഷ്ടം പോലെ പുല്ലായിരുന്നു, ഇഷ്ടം പോലെ ആടിനെ മേയ്ക്കാന്നൊക്കെ പറഞ്ഞ സ്ഥലമാണ്. ഇപ്പൊ എന്താ അവിടെ മേയുന്നത്? കർത്താവ് ഒന്ന് വിസിറ്റിങ്ങിന് വന്നപ്പം ആടെന്ന് പറഞ്ഞ സാധനം കാണാൻ ഇഷ്ടംപോലെ പന്നിയുണ്ട്. നിങ്ങൾ ഇനി ഇന്നത്തെ ആത്മീക തലവും ദൈവസഭയുടെ അന്തരീക്ഷം വെച്ച് തട്ടിച്ചു നോക്കിക്കോ. അല്ലെ പിന്നെ ഞാനിത് പറഞ്ഞ് വഴക്കുണ്ടാക്കിയെന്ന് വേണ്ട.
സ്തോത്രം. ഇന്ന് എവിടൊക്കെ എന്തൊക്കെയാ മേയുന്നതെന്നും ആരൊക്കെയാ കൈകാര്യം ചെയ്ത് നിങ്ങൾ തന്നെ ആലോചിച്ചോണ്ടാ മതി. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എങ്ങോട്ട് പോകാൻ ഇറങ്ങിയവരാ? കനാൻ ദേശത്തേക്കിന് പോകാൻ ഇറങ്ങിയവരാ. അപ്പൊ അങ്ങോട്ട് പോകണ്ട. ഞാൻ ഇടയ്ക്കത് കേൾവി പറയാം. നിങ്ങൾ സംഖ്യാപുസ്തകം 14-ാം അധ്യായത്തിന് 4-ാമത്തെ വാക്യം വായിച്ച് 31-ാം അധ്യായം മറിക്കരുതേ. 14-ാം അധ്യായം 3-4 വാക്യം 1 മുതൽ വായിച്ചു, കുഴപ്പമില്ല. 1 മുതൽ. അപ്പോൾ സഭയൊക്കെയും മുറയ്ക്ക് നിലവിളിച്ചു. ജനം ആ രാത്രി മുഴുവൻ കരഞ്ഞു. ഇസ്രായേൽ മക്കൾ എല്ലാവരും മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. സഭയൊക്കെയും അവരോട്, മിസ്രയീം ദേശത്ത് വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു, അല്ലെങ്കിൽ ഈ മരുഭൂമിയിൽ വെച്ച് ഞങ്ങൾ മരിച്ചു പോയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. വാളാൽ വീഴേണ്ടതിന് യഹോവ ഞങ്ങളെ ആ ദേശത്തിലേക്ക് കൊണ്ടുപോകുന്നത് എന്തിന്? ഞങ്ങളുടെ ഭാര്യമാരും മക്കളും കൊള്ളായി പോകുമല്ലോ. മിസ്രയീമിലേക്ക് മടങ്ങി പോകുകയല്ലോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. മിസ്രയീമിലേക്ക് മടങ്ങി പോകുകയല്ലയോ ഞങ്ങൾക്ക് നല്ലത് എന്ന് പറഞ്ഞു. മിസ്രയീമിലേക്ക് മടങ്ങി പോകുകയല്ലോ ഞങ്ങൾക്ക് നല്ലത്. അടുത്ത വാക്യം വായിച്ച്. നാം ഒരു തലവനെ നിശ്ചയിച്ചു മിസ്രയീമിലേക്ക് മടങ്ങി പോക എന്ന് അവർ തമ്മിൽ പറഞ്ഞു. മതി. താങ്ക് യു സോ മച്ച്. നിങ്ങൾ വാക്യ ശ്രദ്ധയോടെ വായിക്കും. വാളാൽ വീഴണം ഞങ്ങൾ എന്താ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? ഇവിടെ പ്രശ്നം നോക്കണേ. ഞങ്ങളുടെ ഭാര്യമാരും കുട്ടികളും കൊള്ളയായി പോകുമല്ലോ. എനിക്കത് വേണം, അതിന് ആ വാക്ക് ഞാൻ എടുത്തത്. ഭാര്യമാരും കുട്ടികളും കൊള്ളയായി പോകുമല്ലോ. അതുകൊണ്ട് മിസ്രയീമിലേക്ക് മടങ്ങി പോകുന്നതാണ് ഏറ്റവും നല്ലത്. സ്തോത്രം. ഇവർക്കിപ്പം യോർദാൻ കടന്ന് അക്കരെ പോകണ്ട, പിന്നെ അങ്ങോട്ട് പോയാൽ മതി. മിസ്രയീമിലേക്ക് മടങ്ങിപ്പോയാൽ മതി. അതിന് അവരൊരു ടെക്നിക്ക് പറഞ്ഞു. നമുക്കൊരു തലവനെ തെരഞ്ഞെടുത്ത് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാം. Shall we elect a leader and let us go back to Egypt? എന്തോ വാക്യം എന്റെ പൊന്നെ. Shall we elect a leader and let's go back to Egypt? ഒരു ലീഡറെ എലക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാ? പറ. ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകും. സ്തോത്രം. നിങ്ങൾ ആലോചിച്ചിട്ട് പറ. എലക്ട് ചെയ്ത് ലീഡറെ തെരഞ്ഞെടുത്തിട്ട് എങ്ങോട്ട് പോകാനായിട്ടാ? ഈജിപ്തിലേക്ക് മടങ്ങിപ്പോകാൻ. അപകടം വല്ലതും നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? സ്തോത്രം. ഒരു ലീഡറെ തെരഞ്ഞെടുത്തിട്ട് നമുക്ക് മിസ്രയീമിലേക്ക് മടങ്ങിപ്പോകാവുന്നു. ഞാനൊരു കാര്യം തീർത്തു പറയാം. എലക്ട് ചെയ്തെടുക്കുന്ന സകല ലീഡർമാരും നമ്മളെ കനാലിലേക്ക് കൊണ്ടുപോകാനായിട്ടല്ല, മിസ്രയീമിലേക്ക് കൊണ്ടുപോകാനായിട്ടേ ശ്രമിക്കൂ. കാരണം നമ്മൾ തെരഞ്ഞെടുത്തതാ, മറ്റേത് ദൈവമാക്കി വെച്ചതാ. വല്ല മനസ്സിലാകുന്നുണ്ടോ? സ്തോത്രം. ദൈവമാക്കി വെച്ച നേതാവ് നമ്മെ കനാലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മൾ തെരഞ്ഞെടുത്ത നേതാവ് നമ്മളെ മിസ്രയീമിലേക്ക് മടക്കി കൊണ്ടുപോകുന്നു. സ്തോത്രം. ആകെ 2-3 പേരെ വീഡിയോ തുറന്നിട്ടുള്ളൂ. അതുകൊണ്ട് എനിക്ക് സമാധാനമുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ക്യാപ്റ്റന്റെ ഗുണമാണ്. നമുക്ക് എല്ലാവർക്കും ചേർന്ന് ക്യാപ്റ്റനെ ഉണ്ടാക്കാം. എങ്ങനെയുണ്ട്? നമ്മളല്ല ക്യാപ്റ്റനെ ഉണ്ടാക്കേണ്ടത്. പ്രൈസ് ദി ലോർഡ്. മനസ്സിലായോ? ദൈവമാണ് ആക്കി വെക്കുന്നത്, മനസ്സിലാക്കണം. പ്രൈസ് ദി ലോർഡ്. മോശയെ നേതാവാക്കാൻ ശ്രമിച്ചപ്പോൾ ഒഴിഞ്ഞു മാറിയതേ ഉള്ളൂ. അല്ല, നിങ്ങളെല്ലാവരും എന്റെ പിന്നെ നിൽക്കാന്നുണ്ടെങ്കിൽ ഞാൻ ആകാമെന്നല്ല മോശ പറഞ്ഞത്. കണ്ടോ?
അവന്റെ അയോഗ്യത കണക്കാക്കി അവനെ യോഗ്യനെന്ന് ആ വലിയ ദൗത്യം ദൈവം ആക്കി വെക്കുകയാ. പോട്ടെ, അത് വേറെ ടോപ്പിലേക്ക് പോകും എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം അവിടെ വിടുന്നു. നിങ്ങൾ ഈ സംഖ്യാപുസ്തകം വളരെ ശ്രദ്ധിക്കണം. വലിയ അപകടം പിടിച്ചൊരു ഭാഗമാണ് സംഖ്യ 32-ാം അധ്യായത്തിലെ. എന്താ കാര്യം അറിയാമോ? അവിടെ അവര് പറയുകയാണ്, ഞങ്ങൾക്ക് ധാരാളം, ഞാൻ പറഞ്ഞു ഈ ആടുമാടുകൾ വർദ്ധിച്ചാണ് എല്ലാത്തിനും കുഴപ്പം. മുമ്പ് അങ്ങനല്ലായിരുന്നു. ഒരു കാട കിട്ടിയാൽ ഉപകാരം അല്ലേ? മന്ന കിട്ടിയ ഇടിച്ചു പൊടിച്ച് അപ്പം ഉണ്ടാക്കണം. പിന്നെ മിസ്രൈമില്ലാത്തപ്പോ ഞങ്ങൾ ഇറച്ചിക്കലത്തിന്റെ അടുത്ത് ആയിരുന്നൊക്കെയാ പറഞ്ഞു അല്ലേ? പിന്നെ ആ മണമൊക്കെ അടിച്ചാണ് ഞങ്ങള് റൊട്ടിയൊക്കെ തിന്നെന്ന് പറഞ്ഞ ആളുകൾക്ക് ഇപ്പം ആടിന്റെ എണ്ണം കൂടിയപ്പോ ഇപ്പൊ അക്കരെ പോകണ്ട. ക്ലിയർ ആകുന്നോ ഞാൻ പറഞ്ഞേ? നമ്മുടെ സാഹചര്യ സ്ഥിതികൾക്കൊക്കെ വ്യത്യാസം വന്നു തുടങ്ങിയപ്പോൾ നമ്മുടെ ദർശനം നഷ്ടപ്പെട്ട, കനാന്റെ ദർശനം നഷ്ടപ്പെട്ട് നമ്മൾ നമ്മിലേക്ക് തന്നെ ഒതുങ്ങുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകുന്നുണ്ടെങ്കിൽ വലിയ അപകടത്തിലേക്ക് കലാശിക്കൂ എന്നാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് അവർ പറഞ്ഞൊരു ഭാഗം ശ്രദ്ധിക്കണം. അതുകൊണ്ട് നിനക്ക് അടികളോട് കൃപയുണ്ടെങ്കിൽ ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി തരണം. അങ്ങേക്ക് ഞങ്ങളോട് കൃപയുണ്ടെങ്കിലേ ഈ ദേശം ഞങ്ങൾക്ക് അവകാശമായി തരണം. ഏത് ദേശം? യോർദാൻ ഇക്കരെയുള്ള സ്ഥലം. ദൈവം അവകാശമായി കൊടുക്കാന്ന് പറഞ്ഞ സ്ഥലം ഏതാ? യോർദാൻ അക്കരെയുള്ള സ്ഥലം. തമ്പുരാൻ തരുന്ന സ്ഥലം നമുക്ക് വേണ്ട, നമുക്കിഷ്ടമുള്ള സ്ഥലം മതി. ഇപ്പൊ യോർദാൻ അക്കരെയാണ് ദൈവം നമുക്ക് ശാശ്വത അവകാശമായി തരുന്ന സ്ഥലം. അങ്ങോട്ട് പോകാതെ രൂപനും ഗാദിലും പറയാണ്, അടികളോട് കൃപയുണ്ടെങ്കിൽ യോർദാൻ ഇക്കരെയുള്ള സ്ഥലം ഞങ്ങൾക്ക് അവകാശമായി തരണം. ഞങ്ങളുടെ ആരെയും മേയിച്ചോട്ടെന്നല്ല, ഞങ്ങൾക്ക് അത് അവകാശമായി തരണം. ഞങ്ങളെ യോർദാൻ അക്കരയ്ക്ക് കൊണ്ടുപോകാൻ നിർബന്ധിക്കരുതേ. എന്റെ ദൈവമേ, ഞാൻ ആലോചിക്കുക എന്തോരു കാഴ്ചപ്പാടാണ് വന്ന അപകടം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഓക്കെ, അതവിടെ നിൽക്കട്ടെ, ഞാൻ ബാക്കി പിന്നെ പറയാമേ. മോശെ ഗാദ് രൂപനോട് പറഞ്ഞത്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇരിക്കണമെന്നോ? പിന്നെ ഈ അക്കരയ്ക്ക് പോകുന്നൊരു ചുമ്മാ പോവുകയല്ല, അവരവിടെ എൻജോയ് ചെയ്യാൻ പോവുകയല്ല, എന്റർടൈൻമെന്റിന് വേണ്ടി പോവുകയല്ല. രൂപനോടും ഗാദിനോടും മോശ ചോദിക്കുക, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പുറപ്പെടുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആടിനെ മേയിച്ച് സുഖിച്ച് ജീവിക്കാനാണോ താല്പര്യം? മനസ്സിരുത്തി വായിക്കേണ്ട ഒരു തിരുവെഴുത്താണ് 32-ാം അധ്യായം. എന്നിട്ട് അതിന്റെ അപകടം 15-ാമത്തെ വാക്യം ആരെങ്കിലും വായിക്കാമോ? 32-15. നിങ്ങൾ അവനെ വിട്ട് പോയാൽ നിങ്ങൾ അവനെ വിട്ട് പിന്നോക്കം പോയാൽ അവൻ ഇനിയും അവരെ മരുഭൂമിയിൽ വിട്ടുകളയും. അങ്ങനെ നിങ്ങൾ ഈ ജനത്തെ എല്ലാം നശിപ്പിക്കും. അപ്പോൾ അവർ അടുത്തു ചെന്ന് പറഞ്ഞത്, ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെ ആടുമാടുകൾക്ക് തൊഴുത്തുകളും. സഹോദരി, എന്നാൽ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. നിങ്ങൾ അവനെ വിട്ടുപോകുന്ന താങ്ക് യു. 14-ാം വാക്യം അവസാനിക്കുമ്പോൾ ഇസ്രായേലിന്റെ നേരെ യഹോവയുടെ ഉഗ്രകോപം ഇനിയും വർദ്ധിപ്പാൻ തക്കവണ്ണം നിങ്ങളുടെ പിതാക്കന്മാർക്ക് പകരം നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. ലിസൺ മീ കെയർഫുള്ളി. നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി എഴുന്നേറ്റിരിക്കുന്നു. വായ്, നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധത്തിന് പോകുമ്പോൾ നിങ്ങൾ അക്കരയ്ക്ക് പോകാൻ മനസ്സില്ലാതെ ഇക്കരെ ആടുമാടിനെ പിടിച്ചുകൊണ്ട് പുന്മേടും കണ്ട് സുഖിച്ച് ജീവിക്കുന്ന കാഴ്ച കണ്ടിട്ട് മോശ വിളിച്ചു പറയുന്നു, നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി തീർന്നിരിക്കുന്നു. പാട്ടുണ്ട്, പ്രാർത്ഥനയുണ്ട്, അന്യഭാഷയുണ്ട്, ദൂതുണ്ട്, വെളിപ്പാടുണ്ട്, സ്വത്രാഴ്ചയുണ്ട്, ദശാംശമുണ്ട്, കൺവെൻഷനുണ്ട്, പരസ്യമുണ്ട്, എല്ലാം ശരി. പക്ഷെ തമ്പുരാൻ പറയുക,
നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി തീർന്നിരിക്കുന്നു. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിങ്ങളെ ശോധന ചെയ്താൽ ഏത് കാറ്റഗറി നിങ്ങളെ പെടുത്തും? ഒരു കൂട്ടം ആളുകൾ ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി സ്പിരിച്വൽ വാർത്തയിൽ ഏർപ്പെട്ട് അവർ യുദ്ധഭൂമിയിൽ രണാങ്കളത്തിൽ നിൽക്കുമ്പോൾ ആടിനെ മേയിച്ചും ആടുകളുടെ ആദായം കൊണ്ട് ജീവിക്കുന്ന രൂപനോട് ഗാദിനോട് മോശ പറയാണ്, നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി തീർന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മളെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്താൽ നമ്മെ ഏത് കാറ്റഗറി പെടുത്തുമെന്നാ ഞാൻ ചോദിച്ചേ. സ്വോത്രം പറ, പാപികളൊരു കൂട്ടമായി തീർന്നിരിക്കുന്നോ? അതോ നമ്മുടെ സഹോദരന്മാർ യുദ്ധത്തിന് വേണ്ടി യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടപ്പോൾ അവരോടൊപ്പം നാമും ആ യുദ്ധത്തിൽ ഭാഗവാക്കാകാതിരുന്നാൽ? മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറഞ്ഞത്? സ്പിരിച്വൽ യുദ്ധം ചെയ്യുന്ന ആത്മിക ഭടന്മാരോടൊപ്പം ഞാനും നിങ്ങളും പങ്കാളികളായില്ല എന്ന് വരുന്നു എങ്കിൽ വിശുദ്ധ തിരുവെട്ട് പറയുന്നു, പാപികളൊരു കൂട്ടമായി തീർന്നിരിക്കുന്നു. ഞാൻ ഈ പറഞ്ഞ നിങ്ങൾ എത്ര പേർ ഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇറ്റ് ഈസ് വെരി സീരിയസ്. മനസ്സിലാവുന്നോ ഞാൻ പറഞ്ഞത്? ആയിരക്കണക്കിന് ദൈവദാസന്മാർ വിവിധ നിലകളിലായി കഷ്ടവും ദാരിദ്ര്യവും പട്ടിണിയും ഒക്കെ സഹിച്ച് കർത്താവിന്റെ വേല ചെയ്യുകയും ദൈവരാജ്യത്തിന്റെ വ്യാപ്തിക്കായി അധ്വാനിക്കുകയും ചെയ്യുമ്പോൾ ഇതൊന്നും നമ്മളെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് പരിശുദ്ധാത്മാവ് പറയുക, നിങ്ങൾ പാപികളൊരു കൂട്ടമായി തീർന്നിരിക്കുന്നു. നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ട് യുദ്ധം ചെയ്യുമ്പോൾ നിങ്ങൾ അവരോടൊപ്പം ആ യുദ്ധത്തിൽ പങ്കാളികളാകാതിരിക്കുന്നതിനാൽ നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി തീർന്നിരിക്കുന്നു. ഇപ്പം വല്ലതും പിടികിട്ടുന്നുണ്ടോ? അല്ലാതെ കള്ളു കുടിക്കുന്നതോ പെണ്ണു പിടിക്കുന്നതോ വ്യഭിചാരം ചെയ്യുന്നതോ പണം മോഷ്ടിക്കുന്നതോ ഭവനഭേദനം നടത്തുന്നതോ മാത്രമല്ല പാപം. ശ്രദ്ധിച്ചേ. അത് മാത്രമല്ല പാപം. നിങ്ങളുടെ സഹോദരന്മാർ യുദ്ധസന്നദ്ധരായ യുദ്ധഭൂമിയിൽ പടപൊരുതുമ്പോൾ അതിനോട് ഏകീഭവിക്കാതെ, അതിനോട് താതാത്മ്യം പ്രാപിക്കാതെ, അതിൽ പങ്കാളികളാകാതെ മാറി നിൽക്കുന്നവരെ നോക്കിക്കൊണ്ട് വിശുദ്ധ തിരുവെട്ട് പറയുക, നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി തീർന്നിരിക്കുന്നു. നിങ്ങളൊരു കൂട്ടമാണ്, ഇഷ്ടംപോലെ കൂടാനുമുണ്ട്, സമ്മതിച്ചു. പക്ഷേ അത് പാപികളുടെ ഒരു കൂട്ടമാണെന്ന് വേദപുസ്തകം പറയുന്നു. സ്തോത്രം. നമ്മൾ പറഞ്ഞത് അവരല്ലേ, അത് നമുക്കല്ല, അവർ നമ്മുടെ സഭക്കാരല്ലല്ലോ, അവർ ഏജി അല്ലേ, അവര് ഷാരോനല്ലേ, അല്ലെങ്കിൽ അവർ ചർച്ചപ്പുകോടല്ലേ, അവർ IPC-കാരല്ലേ? നമ്മുടെ എല്ലാം കാര് കുറെ ഭയങ്കര. IPC-കാര്, ചർച്ചപ്പൂടുകാര്, ഷാരോൻകാര് അല്ലേ, AG-കാര്. സ്വോത്രം. അയ്യോ, ദൈവവൈതലെന്നോ ദൈവദാസനെന്നോ ദൈവമക്കളെന്നോ കാണാൻ മനസ്സില്ലാതെ ഈ കാര്യം വെച്ചുകൊണ്ടിരിക്കുന്ന നമ്മളെ കണ്ടോണ്ടാണ് തിരുവെട്ട് പറഞ്ഞത്, നിങ്ങൾ പാപികളുടെ ഒരു കൂട്ടമായി തീർന്നിരിക്കുന്നു. സ്തോത്രം. ഇനി ഇതിനകത്ത് രസം എന്നറിയാമോ? 33-ാമത്തെ വാക്യം വായിച്ചേ. അപ്പോൾ മോശ ഗാദിയർക്കും രൂബേന്യർക്കും യോസേഫിന്റെ മകനായ മനശ്ശെയുടെ പാതി ഗോത്രത്തിനും അമോര്യ രാജാവായ സീഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യവുമായ ദേശവും അതിന്റെ അതിരുകളിൽ ചുറ്റുമുള്ള ദേശത്തിലെ പട്ടണങ്ങളും കൊടുത്തു. ശ്രദ്ധിക്കണേ, യോർദാന്റെ ഇക്കരെയുള്ള സ്ഥലം മതി എന്ന് പറഞ്ഞു കിട്ടിയ സ്ഥലം ഏതറിയാമോ? അമോര്യ രാജാവായ സീഹോന്റെ രാജ്യവും ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യം അവർക്ക് കിട്ടി. ഞാൻ ഈ ഭാഗമൊക്കെ വായിച്ച് തല മറിച്ചിരുന്നിട്ടുണ്ട്. ഞാൻ ഈ വായിച്ച വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? അമോര്യ രാജാവായ സീഹോന്റെ രാജ്യവും
ബാശാൻ രാജാവായ ഓഗിന്റെ രാജ്യം അവർക്ക് കൊടുത്തു. മോശ ജനത്തെയും കൊണ്ട് വരുമ്പോൾ ഈ രാജാക്കന്മാരെ തോൽപ്പിച്ച് ദേശം കൈവശമാക്കിയത, ശത്രു രാജാക്കന്മാരായ ഇവരെ തോൽപ്പിച്ച് ദേശം കൈവശമാക്കിയതാണ് ഇപ്പൊ ആർക്ക് ഉള്ളത്? രൂബേനർക്കും ഗാദ്യർക്കും. രൂബേനർക്കും ഗാദ്യർക്കും ഒറ്റ വിഷയമേ ഉള്ളത്, അവിടെ ആണെങ്കിലും ശരി ഇവിടെ ആണെങ്കിലും ശരി ഞങ്ങൾക്ക് സ്ഥലം കിട്ടിയാൽ മതി. സ്തോത്രം. ഇപ്പൊ രൂബേനരും ഗാദ്യരും ഹാപ്പിയായി. ഞങ്ങളുള്ള വാഗ്ദത്തം ദൈവം നിവർത്തിച്ചു കഴിഞ്ഞു. ഓ, കണ്ടോ? രൂബേനും ഗാദ്യരും പറഞ്ഞ കണ്ടോ? ഞങ്ങൾ കനാൻ നാട്ടിൽ പോയില്ലെങ്കിൽ എന്താ, ഞങ്ങൾക്കുള്ള ഇക്കരെ തന്നെ കിട്ടി. സ്തോത്രം. എവിടെ? ജാതീയ രാജാക്കന്മാരായ അമോർ രാജാവായ സീഹോന്റെ ദേശവും ബാശാൻ രാജാവായ ഓഗിന്റെ ദേശവുമാണ് ഇപ്പൊ ആർക്കുള്ളത്? കണ്ടോ? രൂബേനർക്കും ഗാദ്യർക്കും കിട്ടിയ സ്ഥലം. സ്തോത്രം. ഓക്കെ, 19ാമത്തെ വാക്യം വായിച്ചേ. യോർദാൻ അക്കരെയും അതിനപ്പുറം ഞങ്ങൾ അവരോട് കൂടെ അവകാശം വാങ്ങുകയില്ല. കാരണം കിഴക്ക് യോർദാൻ അക്കരെ ഞങ്ങൾക്ക് അവകാശം. സോറി, കിഴക്ക് യോർദാൻ ഇക്കരെ ഞങ്ങൾക്ക് അവകാശം ഉണ്ടല്ലോ. മതി മതി മതി. ഞങ്ങൾക്ക് യോർദാൻ ഇക്കരെ അവകാശം ഉണ്ടല്ലോ. തമ്പുരാൻ പറഞ്ഞ് യോർദാൻ അക്കരെ അവകാശം തരാം. ശിബിര് പറ, ഞങ്ങൾക്ക് യോർദാൻ ഇക്കരെ അവകാശം ഉണ്ടല്ലോ. എങ്ങനെയുണ്ട്? ആത്മാവിൽ നിറഞ്ഞു പോന്നതാ. 10 മിനിറ്റ് കൊണ്ട് ഒറ്റക്കാര്യം കൊണ്ട് കാണിക്കും. ഇത് വിടരുത്. ഞാൻ അടുത്ത ആഴ്ച എനിക്ക് കുറച്ചുകൂടെ പറയാനിട്ടുണ്ട്. എനിക്ക് എന്റെ ഗൗരവം മനസ്സിലാക്കേണ്ട ഒറ്റക്കാര്യം കൊണ്ട് കാണിക്കാം. ശമൂവേൽ 2-ാം പുസ്തകം എടുത്ത് 19-ാം അധ്യായം 31 മുതൽ വേദഭാഗം വായിച്ചേ. ശമൂവേൽ 2-ാം പുസ്തകം 19-ാം അധ്യായം 31 ഉള്ള വേദഭാഗം. ഗിലെയാദ്യനായ ബർസില്ലായി രോഗേലിമിൽ നിന്ന് വന്നു. രാജാവിന് യോർദാൻ അക്കരെ കടത്തി യാത്രയപ്പാൻ അവനോട് കൂടെ യോർദാൻ കടന്നു. അടുത്തത് ബർസില്ലായിയോ 80 വയസ്സുള്ള ഒരു വയോധികനായിരുന്നു. രാജാവ് മഹനീയയിൽ പാർത്തിരുന്ന കാലത്ത് അവൻ ഭക്ഷണ സാധനങ്ങൾ അയച്ചു കൊടുത്തു. അവൻ മഹാധനികൻ ആയിരുന്നു. രാജാവ് ബർസില്ലായിയോട് എന്നോട് കൂടെ പോരുക, ഞാൻ നിന്നെ യെരൂശലേമിൽ എന്റെ അടുക്കൽ പാർപ്പിച്ച് രക്ഷിക്കുമെന്ന് പറഞ്ഞു. ബർസില്ലായി രാജാവിനോട് പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ രാജാവിനോട് യെരൂശലേമിൽ വരുന്നത് എന്തിന്? ഞാൻ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും? എനിക്ക് 80 വയസ്സായിരിക്കുന്നു. നല്ലതും ആകാത്തതും എനിക്ക് തിരിച്ചറിയാമോ? ഭക്ഷണപാനങ്ങളുടെ സ്വാദ് അടിയന് അറിയാമോ? സംഗീതക്കാരുടെയും സംഗീതക്കാരത്തികളുടെയും സ്വരം ഇനി കേട്ട് രസിക്കാമോ? യജമാനനായ രാജാവിന് ഭാരമായി തീർന്നത് എന്തിന്? അടിയൻ രാജാവിനോട് കൂടെ യോർദാൻ കടപ്പാനേ വിചാരിച്ചുള്ളൂ. രാജാവ് ഇതിനായി എനിക്ക് ഈ വിധം പ്രത്യുപകാരം ചെയ്യുന്നത്. സമയം ഞാൻ പറയാം. താങ്ക് യു. മഹാരാജാവായ അല്ലെങ്കിൽ രാജാവായ ദാവീദ് ബർസില്ലായിയോട് പറഞ്ഞു, അങ്ങും എന്നോടുകൂടെ യോർദാൻ കടന്ന യെരൂശലേമിലേക്ക് പോര്. അവിടെ എന്റെ കൊട്ടാരത്തിൽ രാജോചിതമായ നിലയിൽ രാജകീയ ഭക്ഷണം കഴിച്ച് അവിടെ പാർക്കാം. അതുകൊണ്ട് യോർദാൻ കടന്ന് എന്റെ കൂടെ യെരൂശലേമിലേക്ക് പോരാൻ പറഞ്ഞു. ബർസില്ലായി പറയും, ഓ എനിക്കിപ്പോ വയസ്സ് 19 ആയില്ലേ, ഞാൻ വന്നിട്ട് എന്താ, എല്ലാവരും വേണമെങ്കിൽ യോഗത്തിന് വരട്ടെ. ഞാൻ ഈ വയ്യാത്തത് യോഗത്തിന് വന്നിട്ട് എന്തെടുക്കാനായിട്ട്? എന്നെ കൊണ്ട് പാടാനോ പ്രാർത്ഥിക്കാനോ നല്ല ഈണമോ നല്ല ട്യൂണോ നല്ലതും തീരൊക്കെ തിരിച്ചറിയാനോ മധുരമേതാ കൈപ്പെടാൻ അറിയുന്നത് എന്നെ കൊണ്ട് പറ്റത്തില്ല. അതുകൊണ്ട് പിള്ളേർ വരട്ടെ, ഞാൻ പോരുന്നില്ല എന്ന് നമ്മുടെ അതേ ശൈലിയിൽ ബർസില്ലായി പറഞ്ഞു. ഞാൻ ഇങ്ങനെ വന്ന് യോർദാൻ ഇക്കരെ വന്ന് രാജാവിനെ ഒന്ന് യോർദാൻ കടത്താൻ കായിട്ടുള്ളൂ ഞാൻ ചിന്തിച്ചുള്ളൂ. അല്ലാതെ
അക്കരെ വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചിട്ടില്ല, ഞാൻ വന്നിട്ട് ഗുണമൊന്നുമില്ലല്ലോ, അതുകൊണ്ട് ദയവായി എന്നെ നിർബന്ധിക്കരുത്, രാജാവ് യോർദാൻ കടന്ന് പൊക്കൂ. എനിക്കൊരാഗ്രഹം ഉണ്ടാകുന്നത് യോർദാന് കടത്തണം, അത്ര ഉണ്ടെന്ന്. യോർദാൻ ഇക്കരെ നിന്നുകൊണ്ട് രാജാ പറഞ്ഞു പോകുന്നത് ഞാൻ ആഗ്രഹിച്ചുള്ളൂ, അതിനപ്പുറത്തേക്കുള്ള ആഗ്രഹമൊന്നും എനിക്കില്ല. പ്രായമൊക്കെ ഇത്രയായി ആയില്ലേ, ഇനിയിപ്പം ഞാൻ ഒരു സഭ വിട്ട് വേറെ സഭയിലോട്ട് പോവാന്നൊക്കെ ഒരു നടക്കുന്ന കാര്യമാണോ? അതുകൊണ്ട് എന്റെ കാലമൊക്കെ തീരാറായി, ഇനിയിപ്പം എന്റെ വല്യപ്പന്മാരെ കടക്കിയ കല്ലറ ഞാൻ കൂടെ കടന്നോളാം, അതുകൊണ്ട് ഇനിയിപ്പം ഞാൻ അക്കരയ്ക്കൊന്നും വരുന്നില്ല എന്ന് പറഞ്ഞ് ബർസില്ലായി പോകാൻ സമ്മതിച്ച് അക്കരയ്ക്ക് പോയില്ല. രാജാവിനോട് യോർദാൻ കടന്ന യെരുശലേമിലേക്ക് പോയില്ല. വെരി ഗുഡ്. ചൂണ്ടിക്കാണിക്കുന്ന അപകടം നിങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് എന്ത് പറ്റിയെന്നറിയാമോ? രാജാവിന്റെ ഇൻവിറ്റേഷൻ ആണ് വേണ്ടെന്ന് വെച്ചത്. PT തോമസ് സാർ ചോദിക്കുമ്പോൾ നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ. രാജാവിന്റെ ക്ഷണം വേണ്ടെന്ന് വെച്ച ബർസില്ലായി, രാജാവ് നൽകിയ സൗകര്യങ്ങളെല്ലാം പുറം തള്ളിയ ബർസില്ലായി. എന്തോ പറ്റിയെന്നറിയാമോ? എസ്രായുടെ പുസ്തകം എടുത്തേ, 2-ാം അധ്യായം 61-ാമത്തെ വാക്യം. ഞാനിപ്പോ അവസാനിപ്പിക്കാം, സമയം തീർന്ന് എനിക്ക് മനസ്സിലായി. എസ്രായുടെ പുസ്തകം 2-ാം അധ്യായം 61-ാമത്തെ വാക്യം. പുരോഹിതന്മാരുടെ മക്കളിൽ ഹബയാവിന്റെ മക്കൾ ഹക്കോസിന്റെ മക്കൾ ഗിലെയാദിനായ ഒരുത്തിയെ വിവാഹം കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ തങ്ങളുടെ വംശാവലി കണ്ടില്ല താനും, അതുകൊണ്ട് അവരെ അശുദ്ധരെന്ന് എണ്ണി. ഒന്നുകൂടെ വായിക്കാമോ വാക്യം? വായിച്ചോളൂ. തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ച് ആദ്യം വായിക്കണം വാക്യം ഒന്നുകൂടെ. പുരോഹിതന്മാരുടെ വാക്യം ഒന്നുകൂടെ വായിക്കണം. ഹബയാവിന്റെ മക്കൾ ഹക്കോസിന്റെ മക്കൾ ഗിലെയാദിനായ ബർസില്ലായിയുടെ പുത്രിമാരിൽ ഒരുത്തിയെ കഴിച്ച് അവരുടെ പേരിനാൽ വിളിക്കപ്പെട്ട ബർസില്ലായിയുടെ മക്കൾ ഇവർ തങ്ങളുടെ വംശാവലി രേഖ അന്വേഷിച്ചു, അത് കണ്ടു കിട്ടിയില്ല താനും, അതുകൊണ്ട് അവരെ അശുദ്ധരെന്ന് എണ്ണി പൗരോഹിത്യത്തിൽ നീക്കിക്കളഞ്ഞു. മതി. എന്നെ ശ്രദ്ധിച്ചേ. ബർസില്ലായെ രാജാവ് യെരുശലേമിലേക്ക് ക്ഷണിച്ചു, പക്ഷേ ആ ക്ഷണം നിരസിച്ച ബർസില്ലായി എന്തോ പറ്റിയെന്നറിയാമോ? യോർദാൻ കടന്ന് അക്കരയ്ക്ക് ചെല്ലാതെ രാജാവിനൊപ്പമുള്ള കൂട്ടായ്മ വേണ്ടെന്ന് വെച്ച ബർസില്ലായിക്കും സന്തതി പരമ്പരകൾക്കും വന്ന ദോഷം എന്താണെന്ന് നിങ്ങൾ തിരുവെഴുത്തിലൂടെ പരിശോധിച്ചു നോക്കണം. അവർ തങ്ങളുടെ വംശാവലി രേഖ നോക്കി കണ്ടില്ല താനും, അതുകൊണ്ട് അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യ ശുശ്രൂഷയിൽ നിന്നും നീക്കിക്കളഞ്ഞു. ഇത് കൂടുതൽ എന്താ വേണ്ടേ? യോർദാൻ കടന്ന് അക്കരെ ചെന്ന് രാജാവിനോടൊപ്പമുള്ള കൂട്ടായ്മ അനുഭവിക്കാൻ മനസ്സ് വെക്കാതിരുന്ന ബർസില്ലായുടെ വംശാവലി രേഖ നോക്കി, ജീനിയോളജി നോക്കിയിട്ട് കാണാനില്ല. സ്തോത്രം. അവരെ അശുദ്ധരെന്നെണ്ണി പൗരോഹിത്യ ശുശ്രൂഷ മാറ്റിക്കളഞ്ഞു. നമ്മളാണെങ്കിൽ വേറെ സ്ഥലത്തേക്ക് സ്ഥലം മാറ്റി കൊണ്ടായിരുന്നു. സ്തോത്രം. പക്ഷെ തമ്പുരാൻ വെച്ച് പൊറപ്പിച്ചില്ല. യോർദാന്റെ അക്കരക്കുള്ള ക്ഷണം നഷ്ടപ്പെടുത്തി കളയുന്ന ഒരുത്തനെ തമ്പുരാൻ വെച്ചുകൊണ്ടിരിക്കുകയല്ല. മനസ്സിലാകുന്നോ? ഞാൻ ആലോചിക്കാം, രാജാവ് നേരിട്ട് കൊടുത്ത ഇൻവിറ്റേഷൻ അല്ലായിരുന്നോ ബർസില്ലായിക്ക്? അതെ, എന്റെ കൂടെ പോരാനാ പറഞ്ഞ്, ഇല്ലെന്ന് പറഞ്ഞു. കണ്ടോ? യോർദാന്റെ അക്കരയ്ക്ക് വരുന്നില്ല, ഞാൻ ഇക്കരത്ത് സന്തോഷിച്ചോളെന്ന് പറഞ്ഞവന്റെ ജീനിയോളജി നോക്കിയിട്ട് കണ്ടില്ലെന്ന് മാത്രമല്ല, ശുശ്രൂഷ തന്നെ നീക്കിക്കളഞ്ഞു. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. യോർദാന്റെ അക്കരെ പോകാനുള്ള ദർശനം നഷ്ടപ്പെടുന്ന ദൈവത്തിന്റെ പേര് പല ലിസ്റ്റിൽ നിന്നും അവിട്ടാണെന്നുള്ള കാര്യം മറക്കരുത്. തമ്പുരാനിട്ട ലിസ്റ്റിനകത്തുനിന്നും പലരുടെയും പേര് ഔട്ടാ. രാജാവിന് തിന്നാൻ കൊടുത്തതോ, രാജാവ് മഹനീയിൽ വേണ്ടപ്പോൾ ഭക്ഷണം കൊടുത്തതോ, രാജാവിന് വെള്ളം കൊണ്ട് കൊടുത്തതോ, രാജാവിന് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്നും കാര്യമായില്ല.
നിങ്ങൾ ആ ഭാഗമൊക്കെ ഒന്ന് മനസ്സിൽ വായിക്കുന്ന ദൈവമക്കളെ. രാജാവിനെ ശുശ്രൂഷിച്ച ആളല്ലേ, രാജാവിന് ഭക്ഷണം കൊടുത്ത ആളല്ലേ, രാജാവിന് വെള്ളം കൊടുത്ത ആളല്ലേ, ഒക്കെ ശരിയാ. പക്ഷേ രാജാവിന്റെ ക്ഷണം നിരസിച്ച് യോർദാൻ അക്കരയ്ക്കുള്ള സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാതിരുന്നവന്റെ പേര് രാജാവിന്റെ ലിസ്റ്റിനകത്തുനിന്ന് പോയി. ഞാൻ ഇന്ന് രാത്രി വളരെ ശക്തമായി നിങ്ങളോട് പറയട്ടെ, കനാന്റെ ദർശനം നഷ്ടപ്പെട്ടാൽ, യോർദാൻ അക്കരയ്ക്ക് പോകാനുള്ള ദർശനം നഷ്ടപ്പെട്ട പല പുള്ളികളുടെയും പേര് പല ലിസ്റ്റിൽ നിന്നും ഔട്ടാകുന്ന സന്ദർഭം കണ്ണാൽ കാണുന്ന അവസരം വരുമ്പോൾ ദയവായി നിങ്ങൾ മനസ്സിലാക്കണം, ശുശ്രൂഷൻ തന്നെ എടുത്തു കളയുന്ന അനുഭവങ്ങൾ കണ്ടോ. അവരെ അശുദ്ധരം നെണ്ണി പൗരത്വ ശുശ്രൂഷൻ തമ്പനോട്ട് ദൂരെ കളഞ്ഞു. അവര് പെണ്ണ് പിടിച്ചിട്ടോ, ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വ്യഭിചാരം ചെയ്തിട്ടോ, കൊലപാതകം ചെയ്തിട്ടോ, പിടിച്ചു പറിച്ചിട്ടോ, ഭവനഭേദം നടത്തിയിട്ടോ, മോഷ്ടിച്ചിട്ടോ ഒന്നുമല്ല. തമ്പുരാന്റെ ലിസ്റ്റിനകത്ത് ഞാൻ നോക്കി വന്നപ്പോ ആ ജീനോജിക്കകത്ത് ഇവരില്ല. എടുത്ത് ദൂരെ കളഞ്ഞേക്കാൻ പറഞ്ഞു. ഇവർക്ക് ശുശ്രൂഷിക്കേണ്ടത് പറഞ്ഞു. വല്ലതും മനസ്സിലാകുന്നുണ്ടോ? അക്കരയ്ക്ക് പോകാൻ ഇറങ്ങിയവൻ യോർദാൻ അക്കരയ്ക്ക് പോകണ്ട. വാഗ്ദത്തം ലഭിച്ചവൻ, യോർദാൻ അക്കരയാണ് വാഗ്ദത്തം ഉറപ്പിച്ചവൻ, അത് നഷ്ടപ്പെടുത്തിയാൽ ഉണ്ടാകുന്ന ആത്മിക അപകടം എന്താന്ന് നിങ്ങൾ തിരിച്ചറിയണം. ഞാൻ ദൈവത്തിന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കട്ടെ. മറന്നുപോകരുത്, യോർദാൻ ഇക്കരയല്ല നമ്മുടെ ശാശ്വത അവകാശം. നമ്മുടെ അവകാശം യോർദാൻ അക്കരയാണ്. മറന്നുപോകരുത്. യോർദാൻ അക്കരെ കാണുന്നു ഞാൻ, വാഗ്ദത്തം ശോഭയാണെന്ന് വെറുതെ പാടിയ പോരാ, അത് ഉറപ്പാക്കണം. യോർദാൻ അക്കരയാണ് നമ്മുടെ ശാശ്വത അവകാശം, യോർദാൻ ഇക്കരയല്ല. യോർദാൻ ഇക്കരയുള്ള താടിമുടികൾ കണ്ടും പുല്ല് കണ്ടും പുൽമേടുകൾ കണ്ടും അതിനകത്ത് സ്റ്റിക്ക് ഓൺ ചെയ്താൽ നമുക്ക് ഉണ്ടാകുന്ന അപകടം വളരെ വലുതാണ്. എനിക്ക് അതൊക്കെ ഒരുപാട് വിശദീകരിച്ചാൽ കൊള്ളാവുന്നത്, പക്ഷെ നിങ്ങളെ ഏതൊക്കെ രീതിയിൽ മുറിവേൽപ്പിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ മുറിവേൽപ്പിച്ചെങ്കിൽ അത് ശരിയാകുക എന്നുള്ളത് മറ്റൊരു സത്യം. അതുകൊണ്ട് ഞാൻ അതിന്റെ മൂർച്ച കുറയ്ക്കുമെന്നൊന്നും ചിന്തിക്കേണ്ട. പക്ഷെ പറയാനുള്ള കാര്യം ഞാൻ കൃത്യമായി പറഞ്ഞിരിക്കും. ഇന്ന് രാത്രി ഒരു കാര്യം എന്നെ വല്ലാതെ ഹേമിക്കുന്നതുകൊണ്ട് ഞാൻ പറയട്ടെ. രാജാവിനോടൊപ്പം കൂടെ നിന്ന വ്യക്തികൾ, എനിക്ക് അതാണ് ഭയം തോന്നിയത്. രാജാവിനെ ശുശ്രൂഷിച്ച വ്യക്തി, രാജാവിന് വെള്ളം കൊടുത്ത വ്യക്തി, രാജാവിന് ഭക്ഷണം കൊടുത്ത വ്യക്തി, രാജാവിന് അകമ്പടി വന്ന് യോർദാൻ വരെ വന്നവനാണ്. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാജാവിന്റെ ക്ഷണം നിരസിച്ചവന്റെ ലിസ്റ്റിൽ, അവന്റെ പേര് തന്നെ ലിസ്റ്റിൽ നിന്ന് ഔട്ടായി പോയി. ആ വംശത്തെ തന്നെ അശുദ്ധരം നെണ്ണി ദൈവമാക്കി വെച്ച വലിയ ശുശ്രൂഷണം പുറത്താക്കി കളഞ്ഞു. അതുകൊണ്ട് മനസ്സിലാക്കണം, ഇവിടെയുള്ള ശുശ്രൂഷയേക്കാൾ ഇവിടെ നാം ചെയ്തെടുക്കുന്ന മറ്റ് ദൗത്യ നിർവഹണത്തെക്കാൾ ഉറപ്പാണ് യോർദാൻ അക്കരയുള്ള കനാൻ ദേശത്തിന്റെ ദർശനം എന്നുള്ള കാര്യം മറന്നു പോകരുത്. നമ്മുടെ ആത്മജീവിതത്തിൽ കനാന്റെ ദർശനം നഷ്ടപ്പെട്ടു പോകാതെ, കനാൻ മാത്രം ലക്ഷ്യമായി യോർദാൻ അക്കരയാണ് നമ്മുടെ വാഗ്ദത്ത ദേശം എന്ന് ഉറപ്പിച്ചുകൊണ്ട് മുന്നോട്ട് ജീവിപ്പാൻ ദൈവകൃപ നൽകുന്ന ഉറപ്പിച്ചെന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. ദൈവമായ കർത്താവ് നമ്മെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർന്നുള്ള ഭാഗങ്ങൾ ദൈവം നമുക്ക് അടുത്ത വെള്ളിയാഴ്ച ചിന്തിക്കാം. അതുവരെ പ്രാർത്ഥനയായിരിക്കാം. ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു.